ഞങ്ങളുടെ പുസ്തകം പ്രസിദ്ധീകരിച്ചതിനും ഇതുപോലെ ഈ വലിയൊരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തതിനുള്ള നന്ദി അറിയിക്കുന്നു. അങ്ങനല്ലേ, ഇവിടെ സജികുമാറിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം അർബൻ വേട്ട എന്നുള്ളതാണ്. അർബൻ വേട്ടയുടെ ഒരു പ്രത്യേകത, ഇത് പ്രകാശനം ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ട് ഒരാഴ്ച പിന്നിടുമ്പോൾ തന്നെ ഇത് 2ാമത്തെ എഡിഷനിലേക്ക് കയറി എന്നുള്ളതാണ്. അത്രത്തോളം വിറ്റുപോവുകയും വായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ പുസ്തകമാണിത്. അർബൻ വേട്ട എന്നുള്ളൊരു വലിയ കൗതുകമുള്ള ഒരു തലക്കെട്ടാണ് ഇതിനുള്ളത്. ഇതിൻ്റെ കവർ പേജിൽ കാണാം, ഈ പരിണാമത്തിൻ്റെ ആ ചക്രത്തിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു വിഷ്വലാണ് കൊടുത്തിട്ടുള്ളത്. കുരങ്ങിൽ നിന്നും മനുഷ്യനെന്ന് പറയുന്ന സംസ്കൃതമാക്കപ്പെട്ടിട്ടുള്ള കൂടുതൽ മെച്ചപ്പെട്ട ഒരു ജീവിയിലേക്കുള്ള പരിണാമത്തിൽ നിന്നും പുതിയ കാലത്തെ മനുഷ്യൻ തിരിച്ച് ആ കുരങ്ങിലേക്ക് തിരിച്ച് പരിവർത്തനം ചെയ്തു പോകുന്നതിൻ്റെ ഒരു ദൃശ്യമാണ് ഇതിൻ്റെ കവർ പേജിൽ കൊടുത്തിട്ടുള്ളത്. മനുഷ്യൻ്റെ ആദിമമായിട്ടുള്ള കീഴ്പ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള, ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, പതിയിരുന്ന് ചാടി വീഴുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ത്വരകൾ ഇപ്പോഴും അവശേഷിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള കഥകളും ആലോചനകളും ആശങ്കകളുമാണ് ഈ പുസ്തകത്തിൽ സജി പങ്കുവച്ചിട്ടുള്ളത്. ആധുനിക കാലത്തിൻ്റെ ബഹളങ്ങൾക്കിടയിലും പ്രാകൃതവാസനകളാൽ നിയന്ത്രിക്കപ്പെടുന്ന മനുഷ്യജന്മങ്ങളെക്കുറിച്ചുള്ള കഥകൾ എന്നാണ് ഇതിൻ്റെ പിൻപുറത്ത് ഈ പുസ്തകത്തിനെക്കുറിച്ച് മാതൃഭൂമി എന്ന് പറയുന്ന പബ്ലിഷിംഗ് ഹൗസ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ പ്രാകൃതമായിട്ടുള്ള ഒരു ജീവിതാവസ്ഥയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്, ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വംശീയത എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ വർഗത്തിൻ്റെയും നിറത്തിൻ്റെയും ജാതിയുടെയും അതുപോലെ തന്നെ ജോഗ്രഫിക്കലായിട്ടുള്ള പിന്നോക്കം നിൽക്കലിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ മനുഷ്യനെ വംശീയമായി വേർതിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി ഈ പുതിയ കാലത്തും വളരെ തടസ്സങ്ങളൊന്നുമില്ലാതെ നിർബാധം നടന്നുകൊണ്ടിരിക്കുകയാണ്. വംശീയത എന്ന് പറയുന്ന ഒരു സംഗതിയെ ആധുനിക കാലത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും വളരെയധികം സൗഹൃദത്തോടെ തോളിൽ കൈയിട്ട് നടക്കുകയും ഇലക്ഷനൊക്കെ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വെപ്പൺ, ആയുധത്തിന് സൗഹൃദം കൂടുമ്പോൾ നമ്മൾ പറയുന്ന വാക്കാണ് ടൂൾ. ഇലക്ഷൻ വരുമ്പോൾ വളരെ എളുപ്പത്തിൽ എടുത്തുപയോഗിക്കാൻ കഴിയുന്ന ഒരു ടൂളായി തോളിൽ കൈയിട്ടുകൊണ്ട് മുഖ്യധാര മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് മുഖ്യമായ ഇലക്ഷനിലൂടെ നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വളരെ ആപത്കരമായ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലാണ് നാം നിൽക്കുന്നത്. നമുക്കറിയാം, സാക്കിയ ജഫ്രി എന്ന് പറയുന്ന മഹദി മരണപ്പെട്ടു പോയിട്ട് ഒരാഴ്ചയാണ് ആകുന്നത്. എങ്ങനെയാണ് സാക്കിയ ജഫ്രിയെ നമുക്കറിയാവുന്നത്? ഇന്ത്യ ഈ സമീപകാലത്ത് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വംശീയ കലാപത്തിൻ്റെ ആദ്യമായിട്ടുള്ള ഒരു വിക്ടിമിൽപ്പെട്ട ഒരാളായിരുന്നു. അവർ ഇരയായിരുന്നു. പിന്നീട് ഈ വംശഹത്യ നടത്തിയ പ്രതികൾക്ക് ശിക്ഷ കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ നിയമ സംവിധാനത്തിൻ്റെ മുന്നിലേക്ക് ചെന്ന് മൊഴി കൊടുക്കുകയും നിയമാവകാശ പോരാട്ടങ്ങളിലൂടെ ആ പ്രതികളെ നിയമത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഈ ഒരു കഥ, ഈ സാക്കിയ ജഫ്രിയുടെ കഥ ഇവിടെ നിൽക്കുമ്പോഴാണ് അർബൻ വേട്ട എന്ന് പറയുന്ന കഥയുമായി സജി മുന്നോട്ട് വരുന്നത്. ഈ കഥയിൽ സജി പറയുന്നത് നാദിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ്. കുന്ദൻ ഭട്ടാങ്കാർ എന്ന് പറയുന്ന വംശവ്രയനായ ഒരു മനുഷ്യൻ്റെ കയ്യിലകപ്പെട്ടു പോയ നാദിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് ആണ് അർബൻ വേട്ട എന്ന് പറയുന്ന കഥ വംശീയതയെ എക്സ്പോസ് ചെയ്ത് കാണിച്ചുകൊണ്ട് പറയുന്നത്. ഈ സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഈ കഥ വായിക്കുമ്പോൾ വളരെയധികം മാനങ്ങളുള്ള ഒരു കഥയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനകത്ത് വലിയൊരു വിചിത്രമായൊരു സംഗതി, ഇതിനകത്തൊരു കാവ്യനീതി എന്ന് പറയുന്നത്, എപ്പോഴും ഇത്തരത്തിലുള്ള വംശീയപരമായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്ന ആളുകൾക്ക് അധികാരം കയ്യിലുള്ളപ്പോൾ തന്നെ ഒരിക്കലും അവർക്ക് കോടതികളുടെ മുമ്പിലും നിയമ സംവിധാനങ്ങളുടെ മുമ്പിലുമൊന്നും വലിയ രീതിയിലുള്ള ശിക്ഷകളൊന്നും കിട്ടാറില്ല. ആ സമയത്താണ് ഈ കഥയിൽ സജി കാവ്യനീതി പോലെ ഈ കുന്ദൻ ഭട്ടാങ്കാറിന് ഒരു വിധി നൽകുന്നത്. ആ വിധി സാനിയയ്ക്കും ബാധിക്കുന്നുണ്ട്. സാനിയയുടെ ജീവിതത്തിലും അത് ദുരന്തമായി മാറുന്നുണ്ടെങ്കിലും സാനിയ എന്ന് പറയുന്ന നിരന്തരം വംശീയ അധിക്ഷേപത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്തരം വിധികൾ അവൾക്ക് സ്വാഭാവികമാണ്, യൂസ്ഡാണ്, പൊരുത്തപ്പെട്ടതാണ്. കുന്ദൻ ഭട്ടാങ്കാറിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു വിധി ഏറ്റുവാങ്ങാനുള്ള പ്രാപ്തി അവനില്ലാതാകുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് സജി ഇത്തരത്തിലൊരു കഥയിലേക്ക് എത്തിച്ചേർന്നത്? സമകാലികമായിട്ടുള്ള ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ കഥയിലൂടെ സജി എന്താണ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം? എന്താണ് ഏതെങ്കിലും വിധത്തിലൊരു ജസ്റ്റിസ് കാവ്യാത്മകമായി നടപ്പിലാക്കപ്പെടും എന്ന് തന്നെയാണോ പ്രതീക്ഷ? നമസ്കാരം.
വളരെ യാദൃശ്ചികമായിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഓഫീസിൽ അടുത്തടുത്ത് ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ഒരു വേദിയിലും അടുത്തടുത്ത് വരിക എന്ന് പറയുന്നത് വളരെ ഒരു സന്തോഷകരമായ കാര്യമാണ്. ഞാൻ ഈ അർബൻ വേട്ട എന്ന് പറയുന്ന പുസ്തകത്തിൽ 12 കഥകളാണുള്ളത്. അതിൽ ഈ പുസ്തകത്തിൻ്റെ അവതരണത്തിൽ തന്നെ പറയുന്നുണ്ട്, നമ്മളുടെ മനുഷ്യൻ എത്രമാത്രം പുരോഗമിച്ചാലും കാലം എത്ര കടന്നുപോയാലും അവൻ്റെ ഉള്ളിൽ ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിൽ പ്രാകൃതമായിട്ടുള്ള ഒരു എലമെൻറ്റ്, അത് ഏത് നിമിഷവും പുറത്തു ചാടാൻ വെമ്പി നിൽക്കുന്ന ഒരു മൃഗത്തെ പോലെ അവൻ്റെ ഉള്ളിൽ ഒരു പ്രാകൃതമായിട്ടുള്ള എലമെൻറ്റ് എല്ലാവരുടെയും, ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ മനുഷ്യരുടെ ഉള്ളിലുണ്ടെന്നാണ്. അർബൻ വേട്ട എന്ന് പറയുന്ന കഥയുടെ പിന്നിൽ വളരെ യാദൃശ്ചികമായിട്ടാണ് ആ കഥ ഇപ്പം സാക്കിയ ജെഫ്രി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ സ്ത്രീയിൽ നിന്നുമാണ് എൻ്റെ കഥയിലെ സൈറ ജെഫ്രി എന്ന് പറയുന്നതിലേക്ക് ഒരു പരിവർത്തനം ഉണ്ടായത്. നമ്മുടെ രാജാവാഴ്ചക്കാലം അല്ലെങ്കിൽ ചരിത്രാതീത കാലം മുതലുള്ള ഭരണങ്ങളുടെ ആ ഒരു ചരിത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയിലുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തുണ്ടായിട്ടുള്ള ഏതൊരു കലഹത്തിൻ്റെയും കലാപത്തിൻ്റെയും പിന്നിൽ രണ്ട് എലമെൻസ് ആണുള്ളത്. ഒന്ന് അധികാരം അല്ലെങ്കിൽ പണം, 2 സൗന്ദര്യം അല്ലെങ്കിൽ സ്ത്രീ. പെണ്ണിനും പണത്തിനും വേണ്ടി എന്നുള്ള ആ ഒരു പ്രയോഗം തന്നെ അതുമായി ബന്ധപ്പെട്ട് ഉള്ളതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ 19-ാം നൂറ്റാണ്ടിന് ശേഷം അല്ലെ 19-ാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷം ഈ ഒരു ഘടകങ്ങളിലേക്ക്, ഈ 2 ഘടകങ്ങൾക്ക് മുന്നിലേക്ക് മറ്റ് 1-2 ഘടകങ്ങൾ കൂടി വന്നു ചേരുകയുണ്ടായി. അതിലൊന്നാണ് വംശീയത, 2 മതം അല്ലെങ്കിൽ ജാതീയത. ഈ എലമെൻറ്റുകളാണ് ഇന്ന് ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ സംഘർഷങ്ങൾക്കും പിന്നിൽ ഉള്ളത് എന്ന് വിശ്വസിക്കുന്ന സാഹചര്യങ്ങൾ കൂടിയാണ് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെ ഉറപ്പാക്കുന്ന സാഹചര്യങ്ങൾ കൂടിയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കുന്ദേഷ് പട്ടാങ്കാർ എന്ന് പറയുന്ന ഒരു മതഭ്രാന്തൻ, അയാൾ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത് മതവും അല്ലെങ്കിൽ ജാതീയതയും കാമവും മനസ്സിൽ എന്താ പറയുന്നത് ഉറഞ്ഞുകൂടുന്ന ഒരു മാനസികാവസ്ഥയിൽ കൂടിയാണ് കുന്ദേഷ് പട്ടാങ്കാർ മുന്നോട്ട് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അയാൾക്ക് മുന്നിൽ ഒരൊറ്റ നിരീക്ഷണം മാത്രമേ ഉള്ളൂ. ഉയർന്ന ജാതി അല്ലെങ്കിൽ ഉയർന്ന ചിന്ത, ഉയർന്ന വരേണ്യതയിൽ മാത്രം ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു ജീവിതമാണ് കുന്ദേഷ് പട്ടാങ്കാർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കുന്ദേഷ് പട്ടാങ്കാറിൻ്റെ ജീവിതത്തിലേക്ക് യാദൃച്ഛികമായിട്ട് കടന്നു വരുന്ന ഒരു സ്ത്രീയാണ്. സ്വാഭാവികമായിട്ടും കുന്ദേഷ് ഉന്നത കുലജാതനും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇരയാക്കപ്പെടുന്നവൾ ഇരയാക്കപ്പെടുന്ന ആൾ താഴ്ന്ന ജാതിയിൽപ്പെട്ടതും എന്നുള്ളൊരു അതാണ് നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും സ്ത്രീകൾ അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാർ അടിച്ചമർത്തപ്പെടുകയും ഉയർന്ന ജാതിക്കാർ അല്ലെങ്കിൽ വരേണ്യവർഗ്ഗക്കാർ ഉന്നത നിലയിൽ തന്നെ നിൽക്കുകയും അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ആ ഒരു നൈതികതയ്ക്ക് ഒരിടത്തും ഒരു എന്താ പറയുന്ന ഒരു പ്രതിഫലനം ഉണ്ടാകാത്ത തരത്തിലേക്കൂടാണ് നമ്മുടെ സമൂഹം ആ രീതിയിലാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുന്ദേഷ് പട്ടാങ്കാറിൻ്റെ മനസ്സിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ എന്ന് പറഞ്ഞാൽ ഭോഗം എന്നുള്ള ഭോഗാസക്തിയിൽ എങ്ങനെ അയാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, അതേപോലെ തന്നെ ജാതീയതയിൽ ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, മറ്റുള്ള ജാതിക്കാരെ മറ്റുള്ള മതക്കാരെ എങ്ങനെ അടിച്ചമർത്തി മുന്നോട്ട് പോകാം എന്നുള്ള ആ ഒരു ചിന്തയിൽ കൂടിയാണ് കുന്ദേഷ് പട്ടാങ്കാർ മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും അയാൾക്ക് പിന്നിൽ അയാൾക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ സഹായം ചെയ്തുകൊണ്ട് അതായത് സ്വജാതിയിൽപ്പെട്ട പലരും മുന്നോട്ട് വരികയും ഒടുവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകൾ എപ്പോഴും പരാജയപ്പെടുകയും പുരുഷന്മാരുടെ മേധാവിത്വം കൂടി വരികയും ചെയ്യുക എന്നുള്ള നമ്മുടെ സമൂഹത്തിൽ രൂഢമൂലമായ ഒരു രീതിയാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മുടെ സമൂഹം രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ കഥയിൽ സ്ത്രീ എന്ന് പറയുന്ന അല്ലെങ്കിൽ നാദിയ എന്ന് പറയുന്ന സ്ത്രീ സാങ്കേതികമായിട്ട് പരാജയപ്പെടുന്നുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് നാദിയ വിജയിക്കുകയാണ്. കുന്ദേഷ് പട്ടാങ്കാറിനെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് അല്ലെ മരിക്കപ്പെടേണ്ടവനാണ് നീ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നാദിയ കുന്ദേഷ് പട്ടാങ്കാറിനെ അവളുടേതായ ഒരു നീതിയിൽ കൂടി അല്ലെങ്കിൽ നൈതികമായിട്ടുള്ള ഒരു ചലനത്തിൽ കൂടി കുന്ദേഷ് പട്ടാങ്കാറിനെ അവൾ പരാജയപ്പെടുത്തുകയാണ്. നാദിയ മരിക്കുകയാണ്, പക്ഷേ അവൾ ആത്യന്തികമായിട്ട് വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വംശീയതയും വർഗീയതയും എങ്ങനെ ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ അതുവഴി ഒരു കുടുംബത്തെ അതുവഴി ഒരു സമൂഹത്തെ എങ്ങനെ ഇല്ലായ്മ ചെയ്യുന്നു എന്നുള്ള അത് പറയാൻ അല്ലെങ്കിൽ അത് സമർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ അർബൻ വേട്ട എന്ന് പറയുന്ന ആ ഒരു കഥയിൽ കൂടി ശ്രമിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത്
പലരും വായിച്ചിട്ട്, നിരവധി പേര് വായിച്ചിട്ട് അത് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. ഇതോടൊപ്പം തന്നെ എനിക്ക് സബാഹിനോട് ചോദിക്കാനുള്ളത്, സബാഹിൻ്റെ പല കഥകളും ഈ ആലാപനം മാടമ്പിള്ള പോലീസ്, അതേപോലെ യാ റൂഹി തുടങ്ങിയ കഥകളിലെല്ലാം തന്നെ ഒരു നമ്മൾ കളിച്ചു വളർന്ന, അല്ലെങ്കിൽ നമ്മുടെ യൗവനകാലത്ത് നമ്മൾ നേരിട്ട് കൊണ്ടിരുന്ന, അല്ലെങ്കിൽ നമ്മൾ റിലേറ്റ് ചെയ്ത പല അനുഭവങ്ങളും പല കഥകളിലും, ഈ പറഞ്ഞ പല കഥകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം ആലാപനം മാടമ്പിള്ള പോലീസ് എന്ന് പറയുന്ന കഥയിൽ ഗ്രാമത്തിൽ വളർന്ന് ജീവിച്ച് അവിടുത്തെ പുഴയും കാടും മലയും കൂടി ചവിട്ടി നടന്ന് വരുന്ന ഒരു ചെറുപ്പക്കാരൻ നഗരത്തിലേക്ക് ജോലി കിട്ടി വരുന്നു. പക്ഷേ ആ നഗരത്തിലേക്ക് ജോലി കിട്ടി വരുമ്പോൾ തന്നെ അയാൾ അനുഭവിച്ച അയാളുടെ ബലവും ബലഹീനതകളും കൊണ്ടാണ് അയാൾ നഗരത്തിലേക്ക് വരുന്നത്. പക്ഷേ അത്തരം ചിന്തകളൊക്കെ തന്നെ ഈ യാന്ത്രികമായിട്ടുള്ള ജീവിതത്തിനിടയിൽ ബോധപൂർവമല്ലാതെ ആ ബലഹീനതകളെയൊക്കെ കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ആ കഥയിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അവസാനമായിട്ട് തൻ്റെ കളിക്കൂട്ടുകാരനെങ്കിൽ താൻ കളിച്ചു വളർന്ന ആ സമൂഹത്തിൽ, അല്ലെങ്കിൽ ആ നാട്ടിലെ ഒരു വ്യക്തി മാടമ്പിള്ള പോലീസിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ മാടമ്പിള്ള പോലീസ് പറയുകയാണ്, അല്ലെങ്കിൽ മാടമ്പിള്ള പോലീസാണ് അറിയിപ്പിക്കുന്നത്, നിനക്കൊരിക്കലും ഈ ഗ്രഹാതുരതയിൽ നിന്ന് നിനക്കൊരു മോചനം പറ്റില്ല എന്ന് മാടമ്പിള്ള പോലീസ് ഈ ചെറുപ്പക്കാരനോട് പറയുകയാണ്. പക്ഷേ ശരിക്കും അത് ഇപ്പം എനിക്ക് മാത്രമല്ല, ആ പുസ്തകം വായിക്കുന്ന അല്ലെങ്കിൽ കഥ വായിക്കുന്ന എല്ലാവർക്കും തൻ്റെ കുട്ടിക്കാലം അല്ലെങ്കിൽ തൻ്റെ യൗവനകാലത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലാണ് അവൻ്റെ ഒരു ക്രാഫ്റ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് ആ കഥയിലേക്ക് വന്നത്? ആലാപനം മാടമ്പിള്ള പോലീസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഒരു നഗര ഗ്രാമ ദ്വന്ദ്മാണത് ബേസിക്കലി. പക്ഷേ അതിൻ്റെ അകത്ത് ഏറ്റവും അണ്ടർലൈങ് ആയിട്ടുള്ള അടിസ്ഥാനമായി കിടക്കുന്ന ഒരു സംഗതി, നമ്മളെപ്പോലെ ചെറിയ രീതിയിൽ മൈഗ്രേറ്റ് ചെയ്ത് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വന്നിട്ടുള്ള, നമ്മുടെ തൊട്ടടുത്ത ഒരു ജില്ലയ്ക്കകത്തു നിന്ന് തന്നെയാണ് 40 കിലോമീറ്ററിൻ്റെ അപ്പുറത്ത് നിന്ന് തന്നെയാണ് ഇപ്പുറത്തേക്ക് വരുന്നത്. അപ്പോഴേക്കും തന്നെ നമുക്ക് ഒരു തരത്തിലുള്ള ഒരു റൂട്ട്ലെസ്നെസ്, ഒരു വേരില്ലായ്മ, അല്ലെങ്കിൽ വേര് നഷ്ടപ്പെട്ടു പോകൽ, ഒരു സ്റ്റേറ്റ്ലെസ്നെസ് എന്നൊക്കെ പറയുന്നത് അത് വലിയ വാക്കാണ്. എന്നിരുന്നാൽ പോലും ചെറിയ രീതിയിൽ നമ്മൾ അതിൻ്റെ വലിയൊരു വേദന അല്ലെങ്കിൽ ഒരു നഷ്ടപ്പെടൽ അനുഭവിക്കുന്നുണ്ട്. ഉണ്ണിയണ്ണൻ ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരു ഗ്രൗണ്ടിൽ കളിച്ചു വളർന്നതാണ്. അദ്ദേഹവും തിരുവനന്തപുരത്ത് താമസമാക്കിയ ആൾക്കാരാണ്. നമ്മുടെ പ്രിയപ്പെട്ട ലൂസിഫർ ഉണ്ട്, അദ്ദേഹവും ഇതുപോലെ കൈതോടുന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന ആളാണ്. അതുപോലെ തന്നെ അഷ്റഫ് ഉണ്ട്, പ്രവാസിയാണ്. ഏതെങ്കിലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ജോലിയുടെ സാഹചര്യം കൊണ്ട് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു മാറ്റപ്പെട്ട ഒരാൾ പിന്നീട് ആ നാടിനെക്കുറിച്ച് അയാൾക്കൊരിക്കലും ആ നാട് നഷ്ടപ്പെടുത്താൻ പറ്റില്ല. ഞാൻ ഈ പറഞ്ഞു വന്നത്, എൻ്റെ ഒരു 23-ാമത്തെ വയസ്സിൽ ഞാൻ ഈ പാലക്കാട് ഈ പോലീസിലാണ് ആദ്യം ജോലി കിട്ടുന്നത്. ട്രെയിനിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്, ക്ലബ്ബ്, ഗ്രൗണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വായനശാല, വാർഷികങ്ങൾ, ഉത്സവം, ഇതൊന്നും കളഞ്ഞിട്ട് പോകാൻ പറ്റില്ലായിരുന്നു. അവിടെ നിന്ന് പറിച്ചു മാറ്റുന്നത് പോലെയാണ് ഒരു ട്രെയിനിൽ കയറിയിട്ട് കൊല്ലത്തുനിന്ന് പാലക്കാടേക്ക് ചെന്നിറങ്ങുന്നത്. ആ നാട്ടിലെ ഒരു ക്ഷേത്രത്തിന് ഉത്സവം നടക്കുമ്പോൾ പോലീസ് ക്യാമ്പിലേക്ക് ഒരു ടെലഗ്രാം വരെയാണ്, മദർ സീരിയസ് ഒന്നും ആയിട്ടല്ല, ഉത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ടെലഗ്രാം അടിച്ച് വരുന്നതാണ്. അത്രത്തോളം അറ്റാച്ച് ചെയ്ത് കിടന്ന ഒരു സ്ഥലമാണ് അത്. ഇപ്പോഴാ അമ്പലത്തിൻ്റെയും അല്ലെങ്കിൽ അവിടുത്തെ മറ്റ് പരിസരങ്ങളിലേക്കും പള്ളിയിലേക്ക് അടുത്ത് നിന്ന് ഒരു 10 മിനിറ്റിൽ കൂടുതൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ എന്തിനിവിടെ നിൽക്കുന്നു എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് ആ നാടൊക്കെ മാറിപ്പോയി. 10-20 വർഷത്തിന് മുമ്പ് ഉണ്ടായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ആ സമയത്ത് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് പാലക്കാട് കൊടിയ ചൂടിൻ്റെ ആ ട്രെയിനിങ്ങിൻ്റെ ആ സമയത്ത് തന്നെ ഓപ്പോസിറ്റ് ആക്റ്റീവ് മെന്നിൻ്റെ ബാരക്സിനകത്ത് നിന്നിട്ട് പഴയ പാട്ടുകൾ, ഒരു തലം മാത്രം വിടർന്നൊരു ചെമ്പനീർ മുകളവും അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലും, പിന്നെ അതുപോലെ തന്നെ ഇരുളിൻ മഹാനിദ്രയിൽ നിന്നൊക്കെയുള്ള പാട്ട് രാത്രി 12 മണിക്ക് കേൾക്കുമ്പോൾ ഈ ബാരക്സിൻ്റെ നിന്ന് പുറത്തേക്ക് വന്നിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിൽ, നാട്ടിലേക്കൊന്ന് ചെല്ലാൻ കഴിഞ്ഞെങ്കിൽ എന്ന് ആവേശത്തോടെ നാടിനെക്കുറിച്ച് ഓർമ്മിച്ചിട്ടുള്ള ഒരു കാലമുണ്ട്. ഇപ്പോഴും ആ ആവേശമുണ്ട്. പിന്നീട് ജോലി കിട്ടി ഈ നഗരത്തിനകത്തേക്ക് വരുന്നു, ഇവിടെ താമസമാകുന്നു, വീക്കെൻഡിലേക്ക് നാട്ടിലേക്ക് പോകുന്നു. നാട്ടിലേക്ക് പോകുമ്പോഴുള്ള പ്രശ്നം എന്താണ്? നാട്ടിലുള്ള ആൾക്കാർക്കെല്ലാം നമ്മളറിയാം. പക്ഷേ അവിടെ എല്ലാം ചിന്ത 2 ദിവസത്തിനകം അവർ മടങ്ങിപ്പോകും എന്നുള്ളതാണ്. തിരിച്ചു പോകാൻ വേണ്ടി നാട്ടിലേക്ക് ചെന്ന ഒരാളാണ്. ഒരിക്കൽ പ്രവാസം, എക്സ്പാട്രിയേറ്റ്, അറിയാലോ, ഒരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു പോകാൻ വേണ്ടി മാത്രം നാട്ടിലേക്ക് ചെല്ലുന്ന ആളാണ്. നമ്മൾ ആ നാടിനെ നിരന്തരമായി നിൽക്കാൻ നമ്മളും അല്ലെങ്കിൽ നാടും ആവശ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അത് ഒരു വിധത്തിലുള്ള ഒരു റൂട്ട്ലെസ്നെസ് വരുമ്പോൾ, അതേസമയം തന്നെ എൻ്റെയും സജിയുടെയൊക്കെ മക്കൾ, നമ്മുടെയൊക്കെ മക്കൾ, എൻ്റെ മകൻ 19 വയസ്സായി, അവനിപ്പോൾ ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ആഗ്രഹിക്കുന്നത് വേറൊരു തരത്തിലുള്ള ഒരു മൈഗ്രേഷനാണ്. അതൊരു ഫോറിൻ മൈഗ്രേഷനാണ്. മിഡിൽ ഈസ്റ്റിലേക്ക് ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നിന്നുണ്ടായ മൈഗ്രേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, പോയിരുന്ന ആൾ തിരിച്ചു വരും, അവരുടെ പണവും തിരിച്ചു വരും എന്നുള്ളതാണ്. മണിയും ആളും തിരിച്ചു വരുക എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഈ യൂറോപ്പിലേക്ക് നടക്കുന്ന ഒരു മൈഗ്രേഷൻ്റെ പ്രത്യേകത, ആളുമില്ല, അവനെക്കുറിച്ചുള്ള ഒരു സാമ്പത്തിക
സാമ്പത്തികമായ പ്രതീക്ഷകളും ഈ നാടിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നമ്മളൊക്കെ അനുഭവിച്ചു നിൽക്കുന്ന ഒരു ത്രിശങ്കുണ്ട്. ഒരേ സമയം തന്നെ നമ്മുടെ നാട് നമ്മുടെ കയ്യിൽ നിന്ന് ഏതാണ്ട് പോയി കഴിഞ്ഞു, തലമുറകൾ പോകുന്നു എന്നുള്ളതാണ്. ഇടശ്ശേരിയുടെ ഭൂതപ്പാട്ടിൽ ഈ ഭൂതത്തിനോട് അമ്മ പറയുന്നത് എൻ്റെ കുഞ്ഞിനെ തിരിച്ചു താ എന്ന് പറയുന്നത് പോലെ നമ്മളിപ്പോൾ ഇവർക്ക് ജീവിക്കാൻ സ്കോപ്പില്ലാത്ത ഈ നാട്ടിനകത്ത് നിന്നുകൊണ്ട് നമ്മൾ ആരോടൊക്കെ പറയുന്നുണ്ട്, നമ്മളെ തലമുറകളെ തിരിച്ചു തരൂ, തലമുറകൾ തട്ടിയെടുക്കരുത് എന്ന് പറയുന്ന ഒരു കാലമാണ്. കാരണം ഇവർക്ക് ഇവിടെ ജീവിക്കാൻ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ല എന്ന് അവർ വിശ്വസിക്കുകയാണ്. അവർ വിശ്വസിപ്പിക്കാനെങ്കിലും നമ്മുടെ ആളുകൾക്ക് കഴിയുന്നില്ല എന്നുള്ള സമയത്ത് ആ ഭൂതപ്പാട്ടിൽ ഭൂതത്തിനോട് അമ്മ പറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്, ഞങ്ങളുടെ മക്കളെ തട്ടിക്കൊണ്ടു പോകരുത്, മക്കളെ തിരിച്ചതാ എന്ന് പറയുന്ന അത്തരത്തിൽ ഒരേ സമയം തന്നെ നാട് നഷ്ടപ്പെട്ടു പോവുകയും അതേസമയം തന്നെ ജനറേഷൻ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്ന സന്നിഗ്ധമായിട്ടുള്ള ഒരു പോയിന്റിൽ നിൽക്കുന്ന ഒരു ജനറേഷനെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഈ ആലാപനം മാടമ്പിള്ള പോലീസ് എന്ന് പറയുന്ന കഥ ചെയ്തിട്ടുള്ളത്. അതേസമയം എനിക്ക് സജിയോട് മറ്റൊന്നാണ് ചോദിക്കാനുള്ളത്. ആ കഥയിൽ ഞാൻ വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ അടുത്ത സമയത്ത് വളരെയധികം ഹിറ്റായിട്ടുള്ളൊരു സിനിമയായിരുന്നു ARM, അജയൻ്റെ രണ്ടാം മോഷണം എന്നാണ്. അതേ ARM എന്ന് വെച്ചാൽ അജയൻ്റെ രണ്ടാം മോഷണം. അത്തരത്തിലൊരു റൈമിംഗ് വരുന്ന ടൈറ്റിലായിരുന്നു ഗായത്രിയുടെ 4ാമത്തെ ആദ്യരാത്രി. കേൾക്കുമ്പോൾ വളരെ രസമുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിച്ചു പോകാൻ കൊള്ളാം, വായിക്കാം, 4ാമത്തെ ആദ്യരാത്രി അല്ലേ, രസകരമായിരിക്കുമെന്ന് വായിക്കാൻ കഥയിലേക്ക് കയറാൻ പ്രേരിപ്പിക്കുന്ന ഒരു തലക്കെട്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു ഒരു കുടില ബുദ്ധിയുമായിട്ടാണ് ആ കഥ വായിക്കാൻ തുടങ്ങിയത്. പക്ഷേ ആ കഥയിലേക്ക് കയറി കഴിഞ്ഞുകൂടി വളരെ വലിയ സങ്കീർണതകളുള്ള, ഇന്നർ ലെയേഴ്സുള്ള, ദുരൂഹതകളുള്ള, നമ്മൾ ലേഡി മാക്ബത്തിലൊക്കെ കാണുന്ന പോലെ കൊല്ലാനും കൊല ചെയ്യിക്കാനും എന്തിനും തയ്യാറായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് ഗായത്രി മാറുകയാണ്. ഈ ഗായത്രിയെ കൊണ്ട് ഇത് ചെയ്യിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷനാണ്. ആ എക്സ്പ്ലോയിറ്റേഷൻ്റെ അകത്ത് നിൽക്കുമ്പോൾ തന്നെ അവൾക്ക് ഉള്ളിൽ വേറൊരു തരം പകയാണ് വളർന്നു വരുന്നത്. ഇതിനകത്ത് വളരെ വലിയൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ വലിയ നാടകത്തിലും ട്രാജഡികളിലൊക്കെ കാണാറുള്ളത് പോലെ ഈ കഥാപാത്രത്തിൻ്റെ ആത്യന്തികമായിട്ട് ഇവളുടെ ഉള്ളിൽ രൂപപ്പെട്ടു വരുന്ന പക, ഈ പക ഉണ്ടാകുന്നതിന് അവൾക്ക് വ്യക്തമായ റീസണുണ്ട്. പക്ഷേ ആ പക പിന്നീട് ഈ ഗായത്രിയുടെ തന്നെ ഒരു വിധിയായി മാറുകയാണ്, ഡെസ്റ്റിനിയായി മാറുകയാണ്. ഗായത്രിയെ തന്നെ ഇല്ലാതാക്കുകയാണ് ആ പക എന്ന് പറയുന്ന ഒരു സംഗതി. ശരിക്കും പറഞ്ഞാൽ അത്തരത്തിൽ മാനസികമായ സങ്കീർണതകളുള്ള ഈ അർബൻ വേട്ട പോലെ തന്നെ മനുഷ്യൻ്റെ ആന്തരികമായിട്ടുള്ള കീഴടക്കാനും തോൽപ്പിക്കാനും നേടാനുമുള്ള പ്രചോദനത്തിൻ്റെ ഭാഗമായിട്ട് എഴുതിയിട്ടുള്ളൊരു കഥ തന്നെയാണ് അതും. എങ്ങനെയാണ് ആ ഒരു കഥയിലേക്ക് എത്തിയത്? എങ്ങനെയാണ് അത്ര ഒരു ആലോചന ഉണ്ടായത്? ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയുന്നത് അവളുടെ അഭിമാനമാണ്. പക്ഷെ അവളുടെ ബലഹീനത എന്ന് പറയുന്നത് അവളുടെ സൗന്ദര്യവും അല്ലെങ്കിൽ അവളുടെ ശരീരവുമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അഭിമാനം നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവളുടെ ശരീരവും സൗന്ദര്യവും കൊണ്ട് അവൾ പ്രതികാരം ചെയ്യാനിറങ്ങും. ആ കഥയുടെ തുടക്കത്തിൽ പറയുന്നത്, ആദ്യം ചെയ്യുന്ന തെറ്റിന് മാത്രമേ നമുക്ക് ചങ്കിടിപ്പുണ്ടാകൂ, പിന്നീട് അതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയ മാത്രമായി മാറും. ഇവിടെ അഭിമാനം നഷ്ടപ്പെട്ട ഗായത്രി അവിടെ ഒരു മിസാൻഡ്രി അല്ലെങ്കിൽ പുരുഷവിദ്വേഷത്തിൻ്റെ ഒരു വിത്ത് ഇട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ വിത്ത് പാകിക്കൊണ്ടാണ് ആ കഥ തുടങ്ങുന്നത് തന്നെ. തൻ്റെ അഭിമാനം നഷ്ടപ്പെടുമ്പോൾ അവളുടെ സൗന്ദര്യം കൊണ്ട് പ്രതികാരം ചെയ്യാൻ ഇറങ്ങുക എന്നുള്ളത് അതാണ് ഒരു മിസാൻഡ്രി അല്ലെങ്കിൽ പുരുഷവിദ്വേഷത്തിൻ്റെ അടിസ്ഥാനപരമായ മനഃശാസ്ത്രവതാണ്. അപ്പോൾ അവിടെ അവളെ ഏതോ ഒരു നിമിഷത്തിൽ അവളുടെ സുഹൃത്തിൻ്റെ പിതാവ് ഇവളുടെ അഭിമാനവും ഇവളുടെ എല്ലാം നശിപ്പിച്ച് അതിൽ നിന്നുമാണ് ഇവളുടെ ആ ഒരു പുരുഷവിദ്വേഷം ഉടലെടുക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ സമൂഹത്തിൽ നേരത്തെ പറഞ്ഞ ആ ഒരു കഥയിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില ഘടകങ്ങൾ പോലെ തന്നെ ഈ ഗായത്രിയുടെ ആ 4ാം ആദ്യരാത്രിയിലും അങ്ങനെയൊക്കെയുള്ള എലമെൻസ് ഉണ്ട്. അതായത് നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന അല്ലെങ്കിൽ സ്ത്രീകളെ ഏത് രീതിയിലും കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു സമൂഹമാണ് ഈ ആധുനിക ഡിജിറ്റൽ സാങ്കേതിക വിദ്യക്ക് ഇത്രത്തോളം വിശാലമായ അർത്ഥത്തിൽ പടർന്ന് പന്തലിച്ച് കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലേക്ക് നമ്മുടെ തലമുറയും നമ്മുടെ പഴയ തലമുറയുള്ളവരും പുതിയ തലമുറയുള്ളവരും ആ ഒരു തലത്തിലേക്ക് എങ്ങനെ ചൂഷണം ചെയ്യാം, സ്ത്രീകളെ എങ്ങനെ ചൂഷണം ചെയ്യാം, സമ്പത്ത് എങ്ങനെ ചൂഷണം ചെയ്യാം, ഈ ഒരു കാഴ്ചപ്പാടുകൂടിയാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ഗായത്രിയുടെ 4ാം ആദ്യരാത്രിയിൽ അവളുടെ ആ ഒരു പുരുഷവിദ്വേഷത്തിൻ്റെ ആ ഒരു പ്രതികാര വാഞ്ച മനസ്സിലുണ്ടാകുമ്പോൾ തന്നെയാണ് അവൾ 2ഉം 3ഉം 4ഉം വിവാഹം കഴിക്കുന്നത്. 4ാമത്തെ വിവാഹത്തിലേക്ക് വരുമ്പോഴാണ് അവൾ ശരിക്കും അവളുടെ പരാജയപ്പെടുന്നത്. ഇവിടെ ആത്യന്തികമായിട്ട് സാങ്കേതികമായിട്ട് ഹൈറ ജഫ്രിയുടെ കാര്യം പറഞ്ഞ പോലെ അവൾ സാങ്കേതികമായിട്ട് പരാജയപ്പെടുന്നുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് ഈ ഗായത്രി വിജയിക്കുകയാണ് ചെയ്യുന്നത്. അവൾ ഒരു സുപ്രഭാതത്തിൽ ആദ്യത്തെ കല്യാണം കഴിക്കുന്നു. അയാളിൽ നിന്നും സ്വപ്നത്തും പണവും എല്ലാം എടുത്ത് കവർന്ന് 2ഉം 3ഉം വിവാഹത്തിലേക്ക് അവൾ പോവുകയാണ്. കാരണം ഇങ്ങനെയൊക്കെയുള്ള വിവാഹ തട്ടിപ്പ്
നമ്മുടെ സമൂഹത്തിൽ ഒരു ഈ പത്രത്തിലും മറ്റ് മാധ്യമങ്ങളിലൂടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കും വിവാഹ തട്ടിപ്പ്. സ്ത്രീകളാണ് പുരുഷന്മാർ അത്രയും ഇല്ലെങ്കിലും സ്ത്രീകളും വിവാഹ തട്ടിപ്പിൻ്റെ പിന്നിൽ പ്രവർത്തിക്കും. പക്ഷേ ഇത്തരം വിവാഹ തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മനോവൈകൃതമാണെന്നാണ് നമ്മുടെ എല്ലാ ഒരു ധാരണ. സ്വാഭാവികമായിട്ടും അത്തരം ഒരു ചിന്തയിൽ കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം നമുക്ക് നമ്മുടെ സമൂഹത്തിൽ നിന്നാണ് ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഇതാണ് ഈ ഗായത്രിയുടെ നാലാം ആദിരാത്രി എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വഴിതിരിച്ചത്. സമയം കഴിഞ്ഞു തോന്നുന്നു അല്ലേ? 5 മിനിറ്റ്. അപ്പോൾ എനിക്ക് ഇതിപ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന രീതിയിലാണ് നമ്മൾ മുന്നോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ ഈ ആലാപനം മാടമ്പുള്ള പോലീസിൽ എന്നെ ആകർഷിച്ച മറ്റൊരു കഥ എന്ന് പറഞ്ഞാൽ മാഡിബയാണ്. നമ്മുടെ നെൽസൺ മണ്ടേലയുടെ ജീവിതത്തെ ആസ്പദമായിക്കൊണ്ടുള്ള ഒരു കഥ. അവിടെ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ഏത് നിമിഷവും ഞെട്ടറ്റ് വീണേക്കാവുന്ന ഒരു കലാരൂപമാണ് നാടകം. ആ കലാരൂപത്തിന് ജീവശ്വാസം നൽകിക്കൊണ്ട് പുനരുദ്ധരിച്ചുകൊണ്ട് ഒരു നാടകത്തെ, അല്ലെങ്കിൽ നമ്മുടെ നെൽസൺ മണ്ടേലയുടെ ജീവിതത്തെ ജീവൻ കൊടുത്ത് പുനരുദ്ധരിച്ചു കൊണ്ടിരിക്കുമ്പോഴും ആ വ്യക്തി, അല്ലെങ്കിൽ നാട്ടിൻപുറത്തെ ആ ചെറുപ്പക്കാരൻ ആത്യന്തികമായിട്ട് പരാജയപ്പെടുകയാണ്. നാടകത്തിൽ അയാൾ വിജയിക്കുന്നെങ്കിലും ജീവിതത്തിൽ അയാൾ പരാജയപ്പെടും. അത് എല്ലാ നാടക പ്രവർത്തകരുടെയും ജീവിതം അങ്ങനെ തന്നെയാണ്. നാടകത്തിൽ ഒന്നല്ലെങ്കിൽ വളരെ വർണ്ണാഭമായ സ്റ്റേജിൽ അവർ വളരെ വൈബ്രൻ്റായിട്ട് അഭിനയിച്ച് തകർക്കുകയാണെങ്കിലും അയാളുടെ ഉള്ളിൽ തീയായിരിക്കും. കാരണം അവരുടെ ജീവിതം പരാജയമാണ്. നാടകത്തിൽ കൂടി രക്ഷപ്പെട്ട ഒരാളും നമ്മുടെ സമൂഹത്തിലുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം ഇത് ഒരു വല്ലാത്തൊരു ഇതിനകത്ത് ഈ മാഡിബായ്ക്കകത്തും ഞാൻ നേരത്തെ പറഞ്ഞ വളരെ നമ്മളെ ഹൃദയത്തെ സ്പർശിക്കുന്ന പല എലമെൻറ്റുകളും അതിനകത്തുണ്ട്. എങ്ങനെയാണ് അത് എഴുതിയപ്പം സബാഹനുണ്ടായ ആ ഒരു ചിന്തകളെന്ന് പറയുന്നത്? കാര്യം ഈ പറഞ്ഞതുപോലെ ആ സമയത്ത് നാടകവും ഒക്കെ നമ്മുടെ ക്ലബ്ബും അമച്വർ നാടക മത്സരങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ജോലി കിട്ടിയിട്ട് നാടകമെന്ന് പറയുന്ന സാധനം ഒഴിവായിട്ട് ജോലിയിലേക്ക് വരുന്നത്. പോലീസിൽ നിന്ന് ജോലി കിട്ടിയിട്ട് പിന്നീട് ഒരു സമയം കഴിഞ്ഞപ്പോൾ കളക്ടറേറ്റിലേക്ക് LD ക്ലർക്കായിട്ട് വരികയാണ് ട്രിവാൻഡ്രത്ത്. അന്ന് കളക്ടറേറ്റ് വഞ്ചൂരാണ്. ആ സമയത്ത് വയലാവാസുപിള്ള സാറ് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് കേരള യൂണിവേഴ്സിറ്റിയിൽ സെൻറ്റർ ഫോർ വിഷ്വൽ ആൻഡ് പെർഫോമിംഗ് ആർട്സ് എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായി. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് വിനുലാൽ, അദ്ദേഹം അധ്യാപകനാണ്, എൻ്റെ ജ്യേഷ്ഠനാണ്, ഞങ്ങൾ രണ്ടാളുകളും അവിടെ നാടകം പഠിക്കാൻ വേണ്ടി ചേർന്നു. ആ നാടകം പഠിക്കാൻ വേണ്ടി ചേർന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾക്കുണ്ടായ ഒരു വലിയ അവസരം പിന്നീടുള്ള ഒട്ടനവധി ഈ ട്രിവാൻഡ്രം നഗരത്തിനകത്ത് നടക്കുന്ന ഒട്ടനവധി പ്രൊഡക്ഷൻസിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കിട്ടിയെന്നുള്ളതാണ്. CV രാമൻപിള്ളയുടെ 150ാം ജന്മവാർഷികത്തിനോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ള മാർത്താണ്ഡവർമ്മ എന്ന നാടകത്തിൽ മാർത്താണ്ഡവർമ്മയുടെ വേഷം ചെയ്തു. കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രൊഡക്ഷനിൽ സുദേശാഭിമാനി രാമകൃഷ്ണയുടെ വേഷം ചെയ്തു. EDPS N കൃഷ്ണപിള്ളയുടെ ഭഗ്നഭവനം, ഇങ്ങനെ ഒട്ടനവധി നാടകങ്ങളൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഒരു ദിവസം തോന്നി ഒരു നാടകം നിർമ്മിക്കാം. അപ്പോൾ ഒരു എഴുത്തുകാരനും സംവിധായകനുമായിട്ടുള്ള ഒരാളെ കണ്ടു. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന നാടകമാകുമ്പോൾ നമുക്ക് കൊണ്ടു കടന്ന് അവതരിപ്പിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഒരു സുഹൃത്തിനെ കണ്ടു. അപ്പോൾ അയാൾ പറഞ്ഞ 5000 രൂപ ചിലവാണെങ്കിൽ ഒരു നാടകം എടുക്കാം. അന്ന് LDCയുടെ ബേസിക്ക് 3050 രൂപയാണ്, 4000 രൂപയാണ് ശമ്പളം. 5000 രൂപ ഒരു മാസം ശമ്പളമല്ലേ എന്ന് വിചാരിച്ചിട്ട് നാടകം തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ 50,000 രൂപ ചിലവഴിച്ചിട്ടും നാടകം എങ്ങും എത്തിയില്ല എന്നുള്ളതാണ്. കടം മേടിക്കാവുന്നിടത്തുനിന്ന് എല്ലാം മേടിച്ചിട്ട് ഈ നാടകം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് അവസാനം ഒന്ന് സ്റ്റേജ് ചെയ്യണമല്ലോ. സ്റ്റേജ് ചെയ്യണമെന്ന് വേണ്ടിയിട്ട് അവസാനം ഈ നഗരത്തിലുള്ള എല്ലാ ഓഡിറ്റോറിയങ്ങളും പോയി നടക്കുകയാണ്. ഒരിടത്തും കൊടുക്കാനുള്ള വാടക തികയുന്നില്ല. അങ്ങനെ അന്നത്തെ ഏറ്റവും ചെറിയ ഓഡിറ്റോറിയമായുള്ള N കൃഷ്ണപിള്ള ഫൗണ്ടേഷനിൽ വന്നിട്ട് അവസാനത്തെ പൈസയും അവിടെ കൊടുത്തിട്ട് നടന്ന് വെള്ളം പോലും കുടിച്ചിട്ടില്ല, ചായ കുടിച്ചിട്ടില്ല, വണ്ടിക്കൂലിക്ക് 23 രൂപ വേണം നാട്ടിലേക്ക് പോകാൻ. അപ്പോൾ ആ സമയത്ത് ദീപിക പത്രത്തിൻ്റെ ഓഫീസിലേക്ക് എന്നിട്ട് നാളത്തെ പരിപാടിയിൽ ഈ പരിപാടി ഒന്ന് കൊടുക്കണം എന്ന് പറയാൻ വേണ്ടി അവിടെ ചെല്ലുന്നുണ്ട്. അവിടെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് റിച്ചാർഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഭയങ്കര പരവശനാണ്, തളർന്നിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് തിരിച്ചിറങ്ങാൻ നേരം അവൻ എന്നോട് ചോദിച്ചു വെള്ളം വേണമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വെള്ളം വേണം. അപ്പോൾ അവനൊരു കുപ്പി വെള്ളം അവിടെ നിൻ്റെ ക്യാനിൽ നിറച്ച് തരുമ്പോൾ ആ 2ാമത്തെ നിലയുടെ പടി ഇറങ്ങുമ്പോൾ ഞാൻ വെള്ളം ഇങ്ങനെ ഉയർത്തി കുടിക്കുമ്പോൾ ഞാനിങ്ങനെ ഉറക്കെ വാവിട്ട് നിലവിളിച്ച് കരയുകയാണ്. എന്തിന് കരഞ്ഞെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ നാടകം കളിക്കാൻ പോവുകയാണ്, പക്ഷേ എന്തിനാണ് കരഞ്ഞെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത്തരത്തിൽ ഒരു സംഭവം കൂടെ കണക്റ്റഡ് ആവുന്നുണ്ട്. പിന്നീട് ഈ നാടകത്തിൽ നിന്ന് വിട്ടിട്ട് സിനിമ തന്നെയാണ് നാടകം തന്നെയാണ് സിനിമയിലേക്ക് എത്താനുള്ള ഒരു വഴി തുറന്നു തന്നത്. നിദ്ര എന്ന് പറഞ്ഞ പടത്തിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായി വർക്ക് ചെയ്യുമ്പോൾ അതിനുശേഷം ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് കാലം PM ആൻ്റണി എന്ന് പറഞ്ഞ മഹാനായ നാടകക്കാരൻ ഞങ്ങളുടെ സൗഹൃദത്തിലേക്ക് വരികയും കുരിപ്പുഴ ശ്രീമാറേട്ടൻ വഴി ഞങ്ങൾ ടെററിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നാടകം ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനുവേണ്ടി ഒട്ടനവധി ആളുകൾ, ഇപ്പം നമ്മൾ കണ്ട ആളിനെ പോലും ഞങ്ങൾ പോയി കണ്ടിരുന്നു. ആരും അത് ചെയ്യാൻ തയ്യാറായില്ല. അപ്പോൾ അതിനകത്ത് അൽത്താഫ് എന്നൊരു ക്യാരക്ടറാണ് ചെയ്യാൻ നിന്നിരുന്നത്. ആ സമയത്ത് അച്ചായനുമായിട്ടുള്ള ബന്ധം വിട്ടുപോയി. നിദ്രയിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വാച്ചുമരത്തിൽ ഈ മലക്കപ്പാറയ്ക്ക് അടുത്തുള്ളൊരു ഡാമിൻ റിസർവോയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു ഫോൺ വരുന്നത്, ആൻ്റണി അച്ചായൻ മരിച്ചുപോയി.
പൂർണ്ണമാകാത്തൊരു നാടകം പോലെ അച്ചായൻ മരിച്ചുപോയി എന്ന് കേട്ടപ്പോൾ അവിടെ നിന്ന് അറിയാതെ ഇതേ കണക്ക് വീണ്ടും ഞാനൊന്ന് കരഞ്ഞുപോയി എന്നുള്ളതാണ്. ഇനിയും ഒന്ന് രണ്ട് സംഭവം കൂടെ കണക്ട് ചെയ്യേണ്ടതുണ്ട് അതിനകത്തേക്ക്, പക്ഷേ അത് പറയുന്നില്ല, കാര്യം സമയക്കുറവുണ്ട്. അത്തരത്തിലുള്ള നാടകത്തിന് വേണ്ടി ഇതിൻ്റെ പിന്നാലെ നടന്നതിൻ്റെയും ഒരിക്കലും ഈ സാമ്പത്തികമായി പിന്തുണയില്ലാത്തത് കൊണ്ട് ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ വേദിയിലെത്താൻ കഴിയാതെ പോയ ഒട്ടനവധി ആളുകളുണ്ട്. അവരുടെയൊക്കെ ഒരു ഓർമ്മകളിൽ നിന്നാണ് മാഡിബ എന്ന് പറഞ്ഞ് സേവ്യർ എന്ന് പറഞ്ഞൊരു നാടകക്കാരൻ്റെ കഥ എഴുതിയിട്ടുള്ളത്. സമയം കഴിഞ്ഞു തോന്നുന്നു. ഏതായാലും മാതൃഭൂമിക്കും കാൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിനും ഞങ്ങൾ രണ്ടാളുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരിക്കലും ഉണ്ടാവില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു അവസാനം ഉണ്ടാവില്ല. കാരണം നമ്മളുടെ മനുഷ്യൻ എത്രത്തോളം ഇതിനൊരു റിവേഴ്സ് പ്രൊപ്പോർഷനാണ്. മനുഷ്യൻ പുരോഗമിക്കും തോറും ഈ പ്രാകൃത വാസനകൾ കൂടിക്കൊണ്ടിരിക്കും. കാരണം നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള ക്രൈംസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മയെ മകൻ വെട്ടിക്കൊല്ലുന്നു, പിന്നെ വാളുകൊണ്ട് അല്ലെങ്കിൽ വെട്ടിക്കൊന്നിട്ട് കത്തിച്ച് കളയുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രാകൃത മനുഷ്യർ പോലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള തരത്തിൽ. കാരണം ഇത് 21-ാം നൂറ്റാണ്ടിൽ എത്തിയിട്ട് പോലും ഈ ഒരു അവസ്ഥ ഇത് മാറണമെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ മനുഷ്യൻ്റെ അല്ലെങ്കിൽ വ്യക്തിയുടെ ചിന്താഗതി മാറിയാൽ മാത്രമേ ഇതിനൊരു അവസാനം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ നാഗരികത, സിവിലൈസേഷൻ, ആദ്യകാലത്ത് ഗ്ലാഡിയേറ്റേഴ്സിന് അറിയാലോ, ഒരു പിന്നെ മനുഷ്യനെ സിംഹം 4-5 ദിവസം പട്ടിണിക്ക് ഇട്ടിട്ട് ആ സിംഹത്തിന് മുമ്പേ മനുഷ്യനെ എറിഞ്ഞ് അത് കണ്ടു നിൽക്കുന്ന അതൊരു വിനോദമായിരുന്നു അന്ന് കാലത്ത്. അപ്പോൾ ഇപ്പോൾ അത് അങ്ങനത്തെ കലകളൊന്നുമില്ല. പക്ഷേ ഇപ്പോഴും മനുഷ്യൻ്റെ മനസ്സിൽ എന്തുകൊണ്ട് ഉണ്ട്. ഇതിനൊരു അവസാനം ഉണ്ടാകുമോ? ഒരു 2 മിനിറ്റ് എടുത്തോട്ടെ, 2 മിനിറ്റ്. ഇതിനകത്ത് ഒരു വലിയ ശാസ്ത്രീയമായിട്ടുള്ളൊരു പഠനം നടന്നിട്ടുണ്ട്. അതിൻ്റെ ബേസ് ശാസ്ത്രം നമുക്ക് ഒഴിവാക്കി പോകാൻ പറ്റുന്ന കേസല്ല. ഈ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന 2 സംഗതികളുണ്ട്. ഈ കോൺഷ്യസ് മൈൻഡിനകത്തേക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഏത് ചിന്തകളെയും നമ്മൾ ആത്യന്തികമായിട്ടൊരു ഭീരുവാണെങ്കിൽ നമുക്ക് ധീരനായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റും. കാര്യം വെച്ചാൽ നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ട് റീസൺ ചെയ്യാൻ പറ്റും, നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റുന്ന അത്തരം ചിന്തകളിലേക്ക്. പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് ഒരു ബെഡ് ഓഫ് സോയിലാണ്. അതിനകത്ത് വീഴുന്ന ചിന്തകൾ ശരിക്കും പറഞ്ഞാൽ ഭയം, പക, പ്രതികാരം, സ്നേഹം, കാരുണ്യം, ഫിൽട്ടർ ചെയ്യാതെ വീഴുന്ന എല്ലാ ചിന്തകളും അവിടെ കിടന്ന് വളരും. ഇൻവോളണ്ടറി ആയിട്ടിരിക്കുന്ന ഒരു സമയത്ത് അത് തനിയെ പുറത്തു വരും. അത് മനുഷ്യ സഹജമെന്ന് പറയുന്ന സാധനം അതാണ് നമ്മൾ ഭയങ്കര ധീരനെന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ചിലർ തിയേറ്ററിൽ അടിപൊട്ടുമ്പോൾ ആദ്യം ഇറങ്ങി ഓടുന്നത്. കാരണം അവൻ്റെ ഉള്ളിൽ ഭീരുണ്ട്, ധീരനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അഭിനയിക്കുകയായിരുന്നു. അപ്പോൾ ഈ എന്നാണോ ഇന്നർ സോളിലേക്ക്, ആത്മാവിലേക്ക് ഏറ്റവും നല്ല ചിന്തകൾ മാത്രം വീഴുന്ന ഒരു ഫിൽറ്റർ, അരിപ്പ് നിങ്ങൾക്ക് കോൺഷ്യസ് മൈൻഡിൻ്റെ മേളിൽ വെക്കാൻ പറ്റുന്നത്, അന്നേ അത് ഇല്ലാതാവൂ. ആത്യന്തികമായി മനുഷ്യൻ്റെ മനസ്സിലേക്ക് നന്മകൾ മാത്രം ചെല്ലുന്നൊരു കാലം ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ഉണ്ടാവുമല്ലോ, ഇത് ഉണ്ടാകാതിരിക്കുമല്ലോ. അതുമാത്രമല്ല, നന്മയെ എക്സ്ട്രീമെൻറ്റിൽ കൂടുതൽ നന്മ ചിലപ്പോൾ ഡബിൾ പോസിറ്റീവ് നെഗറ്റീവ് ആകുമെന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. വലിയ നന്മ ഭയങ്കര ദുഷ്ടതരമായി മാറാനുള്ള സാഹചര്യമുണ്ട്. സ്നേഹമാണ് ഏറ്റവും വലിയ ചങ്ങല എന്ന് പറയും. സ്നേഹത്തിൻ്റെ തടവിലാണ് മനുഷ്യനെ ഏറ്റവും വലിയ പീഡനം അനുഭവിക്കേണ്ടി വരുന്നതെന്നും പറയും. അതുകൊണ്ട് ഇതിൻ്റെ അകത്തുള്ളത് തന്നെയാണ്. ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനൊന്ന് ഫിൽട്ടർ ചെയ്തെടുത്ത് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു ഹ്യൂമൻ ബീയിങ് ആകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.